ബ്രെഡിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പരട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിക്ക് പകരം മല്ലിയും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടതാണ്, കാരണം നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇനി ഇതേ പാനിൽ തന്നെ ഒരു അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് മുട്ട നമ്മൾ വേവിച്ച് അതിങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് എണ്ണയിൽ നമുക്ക് ഒരല്പം ചെറുതായിട്ടൊന്ന് കളർ മാറി വരും, അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഒരു 3 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഇതേ പാനിൽ തന്നെ 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ 3 പച്ചമുളക്, ഇത് ഇത്രയും കൂടെ ഒന്നിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വഴക്കി എടുക്കേണ്ടതാണ്. ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴക്കി എടുക്കേണ്ടതാണ്. അതിൻ്റെ കളർന്ന് മാറി വരും. അപ്പോഴേക്കും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ തുടക്കത്തിൽ ചെയ്ത ആ ഒരു കുരുമുളകിൻ്റെയും മല്ലിയുടെയൊക്കെയും ആ ഒരു കൂട്ട് അരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ട ഉണ്ടല്ലോ, അത് നമുക്ക് അതിൻ്റെ കഷ്ണങ്ങളെടുത്ത് ഇതിലേക്ക് ഈ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ആ കൂട്ടെല്ലാം കൂടി ഈ മുട്ടയിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കേണ്ടതാണ്. മുട്ട നമ്മൾ കയറി പോകാതായിട്ട് സൂക്ഷിക്കണം. കൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കേണ്ടതാണ്. അപ്പോഴത്തേക്കും കറി റെഡിയായി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റിയാണ്, ട്രൈ ചെയ്യണേ.